ഇതൊക്കെ ചെയ്തിട്ട് കേസാവില്ല, തള്ളിപ്പോകും എന്നൊക്കെ കുഞ്ഞു കുട്ടികൾ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കാര്യത്തിലൊക്കെ ഈ കിട്ടുന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുകയായിരുന്നു. ആൾക്കാരിപ്പം പറയുന്നത് എന്താ വെച്ചാൽ അവർ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആണെങ്കിൽ ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ കണ്ടു വളരുന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെയാണ് പറയുന്ന ആൾക്കാർ. അതിന് അവരുടെ എക്സ്പോഷന് നല്ലൊരു റോൾ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഗെയിംസിലൊക്കെ ഭയങ്കര ഡീസെൻസിറ്റൈസ്ഡ് ആവുകയാണല്ലോ. ഇവർ തന്നെ ഒരാളെ കൊന്ന് അങ്ങനത്തെ ക്രൂവൽറ്റിയിൽ അവർ തന്നെ ഏർപ്പെടുന്നതായിട്ട് വരുമ്പോൾ ശരിക്കും അത് അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻസ് പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇനി ഭയങ്കര സ്ട്രിക്റ്റായി മക്കളെ വളർത്തുക എന്നുള്ളൊരു ഹെലികോപ്റ്റർ പേരൻറ്റിങ്ങിലേക്കായിരിക്കും ഇനി പോകാൻ പോകുന്നത്. നീ എന്താ യൂസ് ചെയ്യണത്, എന്താ നീ ഇങ്ങനെ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വയലൻ്റ് ആവുക, ഓരോരോ കാര്യത്തിനും ഒരുപാട് ഓവർ ഇടപെട്ട് ശരിയാക്കുക. പക്ഷെ അതിനും ഭയങ്കര ഡേഞ്ചർ ഉണ്ടല്ലോ. കുട്ടികൾ നമ്മളേന്ന് അവസാനം തീരെ നമുക്കൊരു ഇൻഫ്ലുവൻസ് അവരുടെ മേലില്ലാത്ത മാതിരി ഭയങ്കര റെബല്യസ് ആയിട്ട് സീക്രട്ടീവ് ആയിട്ടൊക്കെ മക്കൾ പോകുന്ന ആ ഒരു അവസ്ഥയിലേക്കും നമ്മളവരെ കൊണ്ടുവിടാൻ പാടില്ല എന്നുള്ളതാണ്.